ഹ്യൂണ്ടായിൻ്റെ ഒട്ടുമിക്ക വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങൾ കണ്ടുവന്നിട്ടുള്ള എഞ്ചിനാണ് ഈ CRD എഞ്ചിന്. നല്ല അടിപൊളി എഞ്ചിനാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ഡീസൽ എഞ്ചിനിലേക്ക് നിൽക്കുന്ന ഹ്യൂണ്ടായിൻ്റെ Elite i20 എന്നൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും 2015 മോഡലിൽ നിൽക്കുന്ന സ്പോർട്സ് എന്ന വേരിയൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 96,000 കിലോമീറ്ററിലേക്ക് 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. സ്പോർട്സ് എന്നാൽ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ്. ആസ്റ്റയാണ് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ്. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് സ്പോർട്സ്. അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വാഹനം. എയർ ബാഗ് ആയിരുന്നു, ABS ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ആവറേജ് 4 ടയർ കണ്ടീഷൻ, ആവറേജ് കണ്ടീഷനിൽ നിൽക്കുന്ന ഡീസൽ എഞ്ചിൽ 1.4 ലിറ്റർ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഏകദേശം നമുക്കൊരു ഡീസൽ എഞ്ചിൽ ഒരു 16-17 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന, ഡീസൽ എഞ്ചിൽ സാധാരണ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. പ്രൈസിംഗ് വരുന്നത് 5 ലക്ഷം രൂപയാണ് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ. 2015 മോഡൽ നിൽക്കുന്ന പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. അങ്ങനെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, കുഴപ്പമില്ലാത്തൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അത്യാവശ്യം റണ്ണിങ് കിലോമീറ്റർ ഓടാനുള്ളവർക്കാണ് ഡീസൽ വാഹനം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം ഡീസൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ പലർക്കും സംശയമാണ്, ഞാൻ ഡീസൽ എടുക്കണോ പെട്രോൾ എടുക്കണം. പലരും ചില പ്രവാസികളൊക്കെ വന്നിട്ടുണ്ട്, വാഹനം നിർത്തിയിട്ട് പോകാനായിരിക്കും അവരുടെ പ്ലാൻ. 1-2 മാസം യൂസ് ചെയ്യുക, പിന്നെ അടുത്ത വർഷം വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അവർക്കൊക്കെ പെട്രോളാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മെയിൻ്റനൻസ് എന്നുള്ള ഭാഗം കൂടി നമ്മൾ നോക്കേണ്ടത്. ഒരു മൈലേജ് ആസ്പെക്ട് മാത്രം നോക്കിയിട്ട് ഒരിക്കലും ഡീസൽ വാഹനം എടുക്കരുത്. മെയിൻ്റനൻസും കൂടി നമുക്ക് നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം റൺ ചെയ്ത് ഓടി അത് മുതലാക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഡീസൽ വാഹനം സെലക്ട് ചെയ്യുക. അല്ലാത്തവർ പെട്രോൾ വാഹനം മാത്രം സെലക്ട് ചെയ്യുക. ഇനി പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു മാഗ്നറ്റ്യൂഡ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. അതും 2021 മോഡലിൽ നിൽക്കുന്ന XV എന്ന വേരിയൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 65,000 കിലോമീറ്ററിലേക്ക് L0 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. XV എന്ന ഏറ്റവും ടോപ്പിൻ്റെ പേരാണ്. എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വാഹനം കൂടിയാണിത്. XV മാഗ്നറ്റിനെ പറ്റി ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കാനും അഭിപ്രായം ചോദിക്കാനുണ്ട്. എങ്ങനെയുണ്ട് പേഴ്സണലി യൂസ് ചെയ്യാനുള്ളത്? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ 1000cc വലിയൊരു പെർഫോമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ മാഗ്നറ്റ് ചൂസ് ചെയ്യരുത്. കാരണം നോർമൽ ഒരു ഫാമിലി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം, അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് ഉള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് മാഗ്നറ്റും അതേപോലെ റെനോൾട്ടിൻ്റെ കൈകറൊക്കെ വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു നോർമൽ ഒരു ഫാമിലിക്ക് ലോങ് ഡ്രൈവിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഒരു ആവറേജ് പെട്രോൾ ഒരു 15 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. അത്യാവശ്യം XV എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഹലോയ്സും പ്രൊജക്ട് ലാമ്പും അതേപോലെ മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, 360 ക്യാമറ, പിന്നെ അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗും ABS-ഉം അതേപോലെ ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യത്തിലധികം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒരു വാഹനത്തിൻ്റെ പ്രീമിയം ലെവൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വേണ്ടത് അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ക്ലസ്റ്റർ യൂണിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഡിസൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രീമിയം വാഹനങ്ങളൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ക്രൂയിസ് കൺട്രോൾ അടക്കം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് ഒക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈസി ആയിട്ട് അനായാസകരം കൈകാര്യം ചെയ്യാൻ പറ്റും. മാത്രമല്ല പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ അത്യാവശ്യം ഒരു വാഹനത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഈ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ വാഹനത്തിനകത്ത് ഫീച്ചേഴ്സ് ആയിട്ട് നിസാൻ എന്ന ബ്രാൻഡ് ഈ ഒരു വാഹനത്തിനകത്ത് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,10,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 6 ലക്ഷം അല്ലെങ്കിൽ 6,10,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ നിൽക്കുന്ന നിസാന്റെ മാഗ്നറ്റ് എന്ന XV എന്ന ഫുൾ ലോഡ് വാഹനവും ഒരു സ്പോർട്സ് എന്ന സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന ഡീസൽ ഹ്യൂണ്ടായിൻ്റെ Elite i20 എന്ന വാഹനം. 2 വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് മറ്റും ബുക്കിംഗ് നാഷണൽ കോൺടാക്ട് ഉള്ള നമ്പർ താഴെ കൊടുക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.